സ്കൂൾ വിദ്യാർത്ഥിനി ആര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിലായി. കാട്ടാക്കട വീരണക്കാവ് സ്റ്റാൻഡിലെ ഡ്രൈവർ രാജേഷ് കുമാറാണ് പിടിയിലായത്. പ്രതിയെ തെളിവെടുപ്പിനായി ആര്യയുടെ വീട്ടിലും കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് ആര്യയെ വേറ്റനാട്ടെ വീട്ടിനുള്ളിൽ കഴുത്തിൽ തോർത്തുമുറുക്കി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്തായിരുന്നു സംഭവം. പിരപ്പൻകോട്ടെ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരിയായ അമ്മ എത്തിയപ്പോഴാണ് ആര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നിൽ ഒരു ഓട്ടോ ഡ്രൈവറാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരവെയാണ് പ്രതി പിടിയിലായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഓട്ടോ ഡ്രൈവറായ രാജേഷ് ഓട്ടത്തിനിടെ ആര്യയുടെ വീട്ടിന് മുന്നിൽ വെച്ച് ഓട്ടോ നന്നാക്കാനെന്ന പേരിൽ സ്ക്രൂ ഡ്രൈവർ വാങ്ങി. പിന്നീട് ആര്യയോട് ഇയാൾ കുടിക്കാൻ വെള്ളം ചോദിച്ചു. ആര്യ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ രാജേഷ് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആര്യ നിലവിളിച്ചതോടെ കഴുത്തിൽ തോർത്തുമുറുക്കി കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത ശേഷം വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കുട്ടി മരിച്ചുവെന്നുറപ്പായതോടെ ഇയാൾ പിന്മാറി. സ്വർണ്ണമാല വട്ടപ്പാറയിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച ശേഷം സ്വദേശമായ കാട്ടാക്കടയിലേക്ക് ഇയാൾ ഒളിവിൽ പോയി. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു. ഓട്ടോറിക്ഷയെക്കുറിച്ച് ലഭിച്ച തുമ്പും സ്വർണം പണയം വെച്ച സ്ഥാപനത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണവുമാണ് പ്രതിയെ കൊടുക്കാൻ സഹായിച്ചത്. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിൽ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ പോലീസ് മുഖംമൂടി അണിയിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിക്കുനേരെ കല്ലെറിഞ്ഞു.